പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ആക്റ്റാസിഫ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഈ ആക്റ്റാസിഫിനെ പറ്റി നമ്മൾ മുന്നേ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇത് വേറൊരു രീതിയിലാണ് ഇന്ന് ആക്റ്റാസിഫ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇതൊരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. അതിൽ ജോയിൻ ചെയ്ത് നമ്മളുടെ കൂടെ ഈ ഒരു ക്ലാസ്സിൽ ഈ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ അതുകൂടാതെ മറ്റു പല ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന പെയ്ഡ് ക്ലാസിന്റെ ഡീറ്റെയിൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന അഡ്വാൻസ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ എങ്ങ എന്താണ് എന്താണ് നമ്മളുടെ ആക്റ്റാസിഫ് എന്ന് പറയുന്ന ടെക്നിക്ക് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആക്റ്റാസിഫ് എന്താണ്. ആക്റ്റാസിഫ് നമ്മൾ ഒരു സംഭവം നേടിയതായിട്ട് നമ്മൾ അഭിനയിക്കുക എന്നുള്ളതാണ്, അല്ലെ? ഓക്കെ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് വിശ്വസിക്കുന്നു. ഓക്കെ. അത് ഇംഗ്ലീഷ് ഒന്നും അങ്ങനെ എന്തൊക്കെ ഒരു മെസ്സേജ് വന്നു. ഓക്കെ, അതെന്തോ ആരെ കൈതട്ടി വന്നായിരിക്കും. ഓക്കെ. അപ്പം എന്താണ് ആക്ടാസിഫ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു സംഭവം നേടിയെടുക്കുന്നതിന് മുന്നേ അത് നേടിയെടുത്തതായി അഭിനയിക്കുന്നു, അല്ലേ? നമ്മൾ ചില ആളുകൾക്ക് കള്ളം പറയാറില്ലേ? അയ്യോ, അമ്മ ടീച്ചർ ചോദിക്കും, പറയും അച്ഛൻ കള്ള ഉപ്പായിരിക്കും നമ്മൾ ഇടുന്നത്, എന്നിട്ട് പറയും അച്ഛൻ ഇട്ട ഒപ്പാണെന്ന് പറയും. അതിനെയാണ് നമ്മൾ ആക്ടാസിഫ് എന്ന് പറയുന്ന ടെക്നിക്ക് കൊണ്ട് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ കള്ളത്തരമൊന്നും അല്ല പറയുന്നത്. നമ്മൾ എപ്പോഴും മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകളിൽ വരുമ്പോൾ ആളുകൾക്ക് നമ്മൾ സംസാരിക്കാറുണ്ട്. നിങ്ങൾ ഇപ്പൊ ചില ആളോ, അയ്യോ അങ്ങനെ ഹെൽത്തി അല്ലല്ലേ, ഇപ്പൊ ഹെൽത്തി അല്ലല്ലേ, പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യം. അങ്ങനെയല്ല. ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ഓക്കെ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണ്. നമ്മളുടെ ഓരോ ചിന്തകളും ഓരോ ചിന്തകളും ഫീലിങ്സും കൂടെ ചേർന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെന്നും ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ കാരണമാണ് നമുക്ക് ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്നതെന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഇതിനപ്പുറത്തേക്കൊരു സ്വർഗവും നരകവും ഇല്ലെന്ന്, ഇവിടെ തന്നെ നമുക്ക് സ്വർഗവും നരകവും സൃഷ്ടിക്കാനുള്ള കഴിവ് മനുഷ്യന്, ബാക്കിയുള്ള ജീവികൾക്കില്ല, മനുഷ്യന് പോസിബിൾ ആണെന്നും അവന് എന്ത് വേണോ നേടിയെടുക്കാൻ സാധിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിലൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് നമ്മുടെ ഒരു മെന്ററിന്റെ ക്ലാസ്സിൽ ഒരാൾക്ക് തൈറോയിഡ് എന്ന് പറയുന്ന ഒരു ഓർഗൻ അയാൾക്ക് റിമൂവ് ചെയ്തു. ആൾറെഡി ലിവർ മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. ആ തൈറോയിഡ് ഈവൻ റീജനറേറ്റ് ചെയ്തു. ആ തൈറോയിഡ് റീജനറേറ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം റിമൂവ് ചെയ്ത് സർജറി പ്രൊസീജിയർ ആയിട്ട് തൈറോയിഡ് റിമൂവ് ചെയ്ത ആ ഒരു ഓർഗൻ ഇദ്ദേഹത്തിന് റീജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന. അപ്പോ അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അങ്ങനെ പറഞ്ഞത്? കാരണം അത്രയും പോസിബിൾ ആണ്. അത്ര പറഞ്ഞതെന്നല്ല, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചത് എന്താണ്? അത്രയും പോസിബിൾ ആണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ, നമുക്ക് ലോകത്ത് എന്ത് നേടിയെടുക്കാനായിട്ട് ആ ലെവലിൽ വരെ. അപ്പൊ നമ്മളുടെ നിസ്സാരപ്പെട്ട ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആണെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അപ്പൊ ഇപ്പൊ അതിലോട്ട് കടക്കുന്നില്ല. നമ്മൾ നോർമലി പറയുന്ന കാര്യങ്ങളോട്ട് കടക്കുന്നില്ല, കാരണം ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പ്രൊസീജിയറിലേക്ക് കടക്കാം. ഇത് ആക്ടാസിഫ് എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഇപ്പോ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ഹിന്ദു മതപ്രകാരമാണെങ്കിൽ നിങ്ങൾ കോടിക്കണക്കിന് ദൈവങ്ങളുണ്ടല്ലോ. ക്രിസ്ത്യാനികളാണെങ്കിൽ യേശുദേവനെ വിളിക്കുന്ന അവർക്കും ഒരു കുറച്ചധികം ദൈവങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്കാണെങ്കിൽ രൂപമില്ലാത്ത അള്ളാഹ് എന്നൊക്കെ വിളിക്കുന്നു. അപ്പം ഇത് അപ്പൊ അവരോടൊക്കെ നമ്മൾ ഇതിപ്പോ ദൈവത്തെ ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞില്ല. ദൈവത്തെ വിളിക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ള? ഈശ്വര, എന്നെ രക്ഷിക്കണേ, ഐ വാണ്ട് എന്നാണ്, അല്ലേ? എനിക്കത് വേണം, എനിക്കത് തരണേ എന്നുള്ളതാണ്, അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഏത് വിധേന നേടിയെടുത്തിരിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുക, അല്ലേ? ആ ലക്ഷ്യം ഞാൻ എങ്ങനെ നേടിയെടുക്കും എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും മനസ്സിന്റെ അകത്ത് റിപ്പീറ്റ് ചെയ്യുകയും നമ്മൾ നിരന്തരമായിട്ട് പറയുകയൊക്കെ ചെയ്യുന്ന കാര്യം അത്തരത്തിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയല്ല നമ്മൾ
മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കാൻ. കാരണം നമ്മൾക്ക് എല്ലാം നമുക്ക് പോസിബിൾ ആണ്. ബുദ്ധൻ പറഞ്ഞ പോലെ വാട്ട് യു തിങ്ക് യു ബിക്കം, അല്ലെ? അപ്പൊ ഇങ്ങനെയല്ല നമ്മൾ യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആളുകളെന്നല്ല, ഈ മനുഷ്യരാശി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാ ചെയ്യേണ്ടത്? ഐ ഹാവ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പറയാനുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഈ ഡെയിലി സീരീസ് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഡെയിലി പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു ഗുണം എന്താണ്? നമ്മുടെ സബ് കോൺഷ്യസിൽ അത് പതിയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെ ക്ലാസ്സിലൊക്കെ, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലൊക്കെ നമ്മുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വോയിസും ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് ആളുകൾക്ക് കൊടുക്കാറുണ്ട്. ആ വോയിസ് എല്ലാ ദിവസവും കേൾക്കാൻ പറയും. അതൊക്കെ എന്തിനാണ്? ഈ റെപ്പറ്റീഷൻ ഒന്ന് ഡീപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന്റെ അഡ്വാൻസ് ലെവലൊക്കെ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലാണ്, അതിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഐ ഹാവ് എന്ന് പറയുക. എനിക്കത് ഉണ്ട്. എനിക്ക് എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, ഞാൻ പണക്കാരനാണ്, ഞാൻ സന്തോഷവാനാണ്. ഇങ്ങനെ പ്രസന്റ് ടെൻസിൽ, അതാണ്. ഇപ്പം നിങ്ങൾക്ക് അത് ഇല്ലായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അത് ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ അവസ്ഥ. പക്ഷെ നിങ്ങൾ കള്ളത്തരം പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ആരെ? നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിലെ അതില്ല എന്ന്. ആ കള്ളത്തരത്തിന്റെ കരിയിലകൾ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റാത്തത്. അതിനെ ഹീൽ ചെയ്ത് കളയണം, അതിലേക്ക് വരാം. പക്ഷെ ആ ഹീലിങ്സിനെ കാട്ടിയും ഒരു 80% ഒക്കെ നിങ്ങൾ പോസിറ്റീവ് ആകുമ്പോഴും നിങ്ങൾക്ക് മാനിഫെസ്റ്റ്, പക്ഷെ അതിന് ടൈം എടുക്കും. അപ്പൊ അതിനാണ് നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ ഹീലിങ്സ് കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാകുമ്പോഴത്തേക്കും ഈ ടൈം ഡിഫറൻസിനെ കുറയ്ക്കാം. പലപ്പോഴും നമ്മൾ കുറേ ഇപ്പോൾ ഞാൻ പണക്കാരനാണ്, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ കിടിലോണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾ ആൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് വച്ചിട്ടുണ്ട്, അല്ലേ? നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ അകത്ത് നിങ്ങൾ ഈ ചിന്തകളൊക്കെ ഇട്ടുകൊടുത്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് വാട്സപ്പ് ചെയ്തോണം കേട്ടോ. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കൃത്യമായിട്ടൊക്കെ മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് മലയാളത്തിൽ സംസാരിക്കുകയാണ്. ഈ മലയാളത്തിൽ നിന്ന് എടുത്ത് പറയാം, ഇവിടെ എന്തോ ഒരു ഇംഗ്ലീഷ് എന്നുള്ളൊരു സംഭവം കാണിക്കും. ഇതിന് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ആയോ എന്ന് അറിയില്ല. ഞാൻ എന്തോ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത്, അപ്പം എന്തായാലും മലയാളത്തിലാണെന്ന് കേൾക്കുന്നത് വിശ്വസിക്കുന്നു. ഓക്കെ, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ അപ്പൊ ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും എൻ്റെ കയ്യിൽ അത് ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതി ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചിന്തകൾ കൊണ്ട് പറയേണ്ടത് ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തോഷവാനാണ്, എനർജറ്റിക് ആണ്. ഇതാണ് ആക്ട് ആസ് ഇഫ്. നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ആളെ പോലെ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ, അതൊക്കെ NLP-യിലൊക്കെ വരുന്നുണ്ട്. അതിന്റെ ബിഹേവിയറൽ പാറ്റേൺ ഒക്കെ നമ്മൾ സംസാരിച്ചത്, NLP മോഡലൊക്കെയാണ് സംസാരിച്ചത്. പക്ഷെ ഇത് ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മൾ അത് നേടിയെടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ അതുണ്ട്, ഞാൻ പണക്കാരനാണ്, ഞാൻ കാശുകാരനാണ്, ഞാൻ സന്തോഷവാനാണ്. ഇതാണ് ഈ ഫ്രീക്വൻസി ഡിഫറൻസിനെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് തീരെ പാവപ്പെട്ട ഒരു പാവപ്പെട്ട എന്ന് ഉദ്ദേശിച്ച് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക്, തീർച്ചയായിട്ടും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഫ്രീക്വൻസി ഡിഫറൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ഫ്രീക്വൻസി ഡിഫറൻസ് ആണ് അവർക്കൊക്കെ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു പണമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ പണം കുറവ് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന്, പണം എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുക, അത് തന്നെ പറയാം, നേരിടുന്ന ആളുകളും മറ്റാളുകളും ഒരു പക്ഷേ ഇപ്പൊ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വളരെ അധ്വാനിക്കേണ്ടി വരുന്നു. കാരണം അവർ മെന്റൽ ഷിഫ്റ്റ് നടത്താതെ ഫിസിക്കൽ ഷിഫ്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ചിലപ്പോൾ കൂടുതൽ അധ്വാനിക്കും. ചിലപ്പോൾ വീട്ടിൽ പണ്ടേ കേട്ട് വളർന്നിട്ടുള്ള കാര്യം എന്താണ്, സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് നേടിയെടുക്കാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ കേട്ട് വളർന്ന് കുറേ സബ് കോൺഷ്യസ് ബിലീഫുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ടൈം ഫ്രെയിം നമുക്ക് കൂടും. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ പണക്കാരുടെ വീട്ടിൽ അതിൽ ചില ആളുകൾക്ക് മാത്രമാണ്, കുറേ വിരലിലെണ്ണുന്ന ആളുകൾ മാത്രമാണ് സെക്കൻഡ് ജനറേഷനൊക്കെ പരാജയപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ പരാജയത്തിലാണെങ്കിൽ അവർ അത്ര പോലും പരാജയപ്പെടുന്നില്ല എന്നുള്ളതാണ് പല ആളുകളുടെയും കേസിൽ നമുക്ക് കാണുമ്പോൾ. ഈ സെക്കൻഡ് ജനറേഷൻ വെൽത്ത് വരുന്നവർക്ക്, കാരണം അവർ ആൾറെഡി ചോദിച്ചപ്പോഴൊക്കെ പലപ്പോഴായിട്ട് അവർക്ക് കിട്ടി. ഇപ്പൊ പണം വേണമെന്ന് പറയുമ്പോൾ പണം കിട്ടി, ചോദിക്കുമ്പോൾ കിട്ടി. അവരൊരു 7 വയസ്സ് വരെ ആകുമ്പോൾ പിന്നെ ചോദിക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡീപ്പ് ലെവലിൽ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാംഡ് ആണ്. ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ആളുകളൊക്കെ സെക്കൻഡ് ജനറേഷൻ ആളുകളാണ്. പക്ഷെ അവർക്കൊന്നും ഒരിക്കലും സാമ്പത്തികമായി, കാരണം അവരൊക്കെ ഓട്ടോമാറ്റിക്, നിങ്ങൾ പറയുമായിരിക്കും അവര് ബിസിനസ് സ്ട്രാറ്റജീസ് പഠിച്ചിട്ടുണ്ട്, അതൊക്കെ നിന്നോട്ടെ, അതിനെക്കാട്ടിയൊക്കെ പ്രധാനം ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് എൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. ഞാനത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണ്. എനിക്ക് എൻ്റെ ലൈഫിൽ പല സമയത്തായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോഴൊന്നും എനിക്ക് മണി വരാറില്ല. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ എനർജറ്റിക്കലി അലൈൻഡ് ആവാൻ ശ്രമിക്കുമ്പോൾ
ആ എഫേർട്ട് വളരെ കുറയുകയും എവിടെന്നെങ്കിലുമൊക്കെ സെയിൽസ് വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ എനർജറ്റിക്കലി നിങ്ങൾ അലൈൻഡ് ആവാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും, എന്ത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും, നിങ്ങൾ എന്ത് ജോലിയിൽ ഏർപ്പെടുന്ന ആളുകളാണെങ്കിലും, ഇവിടെയൊക്കെ നിങ്ങൾ പൈസ ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കാശ് മാസം മാസം കിട്ടുന്നു, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ സെയിൽ കിട്ടുന്നു. അതൊക്കെ കിട്ടാൻ കാരണം എന്താണ്? അതൊക്കെ കിട്ടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഞാനിത് ചെയ്തു, ഇതിന് അർഹനാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടാണ്. ദാറ്റ് ബിലീഫ് അതുകൊണ്ട് മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആ ജോലി ചെയ്തു, അത് കിട്ടാൻ നിങ്ങൾ അർഹനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഒന്നും ചെയ്യാതെ കിട്ടുമോ? ഒന്നും ചെയ്യാതെ കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മണി അലൈൻഡ് ആകുമ്പോൾ നിങ്ങളെ കൊണ്ട് യൂണിവേഴ്സ് ഇങ്ങനെ ഇങ്ങനെ ചില കാര്യങ്ങളല്ലേ, ഇവിടെ ഇരുന്ന ഒരു അദൃശ്യ ശക്തി ചെയ്യിപ്പിക്കുന്ന പറയുന്നത് കണക്ക് ഈ അദൃശ്യ ശക്തി എപ്പോഴാ വരിക? ഭാഗ്യം. ആർക്കും ഭാഗ്യം, ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഭാഗ്യമുണ്ട്. ഉം, അപ്പൊ നിങ്ങൾ അതിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ടാണ് ഭാഗ്യമുള്ളത്? ചിന്തകൾ അലൈൻഡ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും അലൈൻഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓരോ മനുഷ്യന്മാർക്കും ഭാഗ്യം ഉണ്ടാവുന്നേ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഓരോ മനുഷ്യന്മാർക്കും ഭാഗ്യമുണ്ട്. ഭാഗ്യം എന്ന് പറയുന്ന അവരുടെ ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മുടെ അനിയത്തിയുടെ കൂടെ പഠിക്കുന്നുണ്ട്, ജോലി കിട്ടി. അപ്പൊ പെട്ടെന്ന് ജോലി കിട്ടി. അധികം ഒരുപാട് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയൊന്നും അല്ല. അപ്പൊ ഞാൻ നോക്കി, ഇപ്പൊ നമ്മൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെ ക്യാരക്ടർ ഇങ്ങനെ അളക്കും. അപ്പൊ നോക്കിയപ്പോ ഇദ്ദേഹം വളരെ കൂൾ മൈൻഡ് മെന്റാലിറ്റി ഉള്ള ഒരാൾ, എന്തിനേയും വളരെ സിമ്പിൾ ആയിട്ട് സമീപിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം, അപ്പൊ നിങ്ങൾ പറയും, ആളുകൾ പറയും ഓക്കെ അദ്ദേഹം അവർക്ക് ഇംഗ്ലീഷിലൊക്കെ വിദഗ്ധ ഉണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടി. നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. ഓരോരുത്തരുടെ ബിഹേവിയർ ആണ് അവരുടെ സക്സസിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, അത് എനർജറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഡീപ്നെസ് മനസ്സിലാവുള്ളൂ. അതുകൂടാതെ എന്റെ ക്ലാസ്സിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വേറൊരു കുട്ടിയുണ്ട്, ഒരു പയ്യൻ. നമ്മളൊക്കെ കുറേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു 90% കുട്ടികളും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഓരോന്ന് എഴുതുമ്പോൾ ഒരു പയ്യൻ, അവൻ കുറച്ച് ടോപ്പിക്കുകളെ പഠിക്കും, അവന് ഫോക്കസ് ചെയ്ത ഒരു 2-3 ടോപ്പിക്കുകളാണ്. അവൻ അതങ്ങോട്ട് പഠിച്ചുകൊണ്ട് വരും. അവൻ പഠിക്കുന്ന അതേ കണക്ക് പേപ്പറിൽ വരികയും ചെയ്യും. അവൻ മണിക്കൂറുകൾക്കകം സിമ്പിളായിട്ട് എക്സാം എഴുതിയിട്ട് അങ്ങ് പോവുകയും ചെയ്യും. ഇതും എന്താണ്? ഇതും അവൻ പഠിക്കുന്നത് എക്സാമിന് വരുന്നത് എന്താണ്? അവന്റെ അവൻ മാനിഫെസ്റ്റേഷൻ ഫോളോ ചെയ്യുന്ന ആളെന്ന് ഞാൻ പറയുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റേഷൻ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഈ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ വരുന്ന ടൊവിനോ തോമസിനെ പോലുള്ള ആളുകൾ, ഉണ്ണി മോഹൻലാലിനെ പോലുള്ള ആളുകളൊക്കെ, പ്രത്യേകിച്ച് ഈ ബോഡി ബിൽഡേഴ്സിനൊക്കെ കുറച്ചുകൂടെ എക്സ്ട്രാ അഡ്വാൻറ്റേജ് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ മൈൻഡ് ഒന്ന് ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നെർവസ് സിസ്റ്റത്തിലോട്ടൊക്കെ ബ്ലഡ് ഫ്ലോ വന്നിട്ട്, കാരണം നമ്മുടെ ബിഹേവിയർ, നമ്മൾ ഇരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ നിൽക്കുന്ന കാര്യങ്ങൾ, എപ്പോഴും കിടന്നുറങ്ങുന്ന ആൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അവർക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഇല്ല. ടെസ്റ്റോസ്റ്റിറോൺ കൂടുമ്പോൾ മാനിഫെസ്റ്റേഷൻ കൂടും. അതുകൊണ്ടാണ് പല ആളുകളും പറഞ്ഞ എക്സസൈസ് ഒക്കെ ചെയ്യുക. കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് പ്രോപ്പറായിട്ട് വർക്ക്, നമ്മൾ റിലാക്സ്ഡ് ആവും, നെർവസ് സിസ്റ്റം റിലാക്സ്ഡ് ആവും. അപ്പൊ നല്ല ചിന്തകൾ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അങ്ങനെ പറയാനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ബ്രീത്ത് എടുക്കും. പക്ഷേ നമ്മൾ സന്തോഷത്തിലെ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കും. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ, യോഗയാണെങ്കിൽ കറക്റ്റ് എക്സാമ്പിളാണ്. എക്സസൈസ് ചെയ്യുന്ന ആളുകൾ പോലും അവര് ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ നമ്മുടെ ബ്രീത്ത് പാറ്റേൺ കൂടും, ഡീപ്പാവും. അതായത് സ്പീഡല്ല, കൗണ്ട്, എണ്ണം കുറയും. ബ്രീത്തിന്റെ എണ്ണം കുറയുകയും ഒരു ബ്രീത്ത് ഡീപ്പ് ആവുകയും ചെയ്യും. അത്തരത്തിലുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യും? നമുക്ക് മാനിഫെസ്റ്റേഷൻ സ്പീഡായിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം നമ്മളുടെ ബ്രീത്ത് ഡീപ്പ് ആവുമ്പോൾ നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്ഥായിയായ ഭാവം, ഒരു നോർമൽ ലൈഫിൽ പോകുന്ന ഒരു മനുഷ്യന്റെ സ്ഥായിയായ ഭാവം പോസിറ്റിവിറ്റിയാണ്. അതിന്റെ അകത്ത് മനുഷ്യൻ എപ്പോഴും, നമ്മുടെ മെന്റർ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മള് ഈ ഒരു ജീവിക്ക് എന്തിനാണ് ഈ അഡ്രിനാലിൻ ഹോർമോൺ, ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്യും, എന്തിനാണ് നമുക്ക് അഡ്രിനാലിൻ ഹോർമോൺ അല്ലെങ്കിൽ കോർട്ടിസോൾ ഒക്കെ നമ്മുടെ ശരീരത്തിൽ വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? ജസ്റ്റ് ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്ത് പെട്ടെന്നാവട്ടെ, നിങ്ങൾക്ക് തോന്നുന്നുവെന്ന് പറഞ്ഞാൽ മതി. കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ, അറിയില്ലെങ്കിൽ ഡില്ലൻസ് ടൈപ്പ് ചെയ്യണം, പെട്ടെന്നാവണേ, സമയം കളയരുതേ. എന്തിനാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ വച്ചിരിക്കുന്നത്? നിങ്ങൾ റിപ്ലൈ തരണം, പെട്ടെന്ന് റിപ്ലൈ തരണം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം, സമയം പോകുന്നു. പെട്ടെന്ന് ഇല്ലെങ്കിൽ ഇല്ലെന്ന് റിപ്ലൈ തരും കേട്ടോ. എങ്കിൽ ഞാൻ പറയാം, ഞാൻ കടക്കാം. അതായത് കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ വച്ചിരിക്കുന്ന എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ടാണ് ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ എന്താണ്? ഈ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ എമർജൻസി സിറ്റുവേഷനിൽ വച്ചിരിക്കുന്ന ഹോർമോൺ
ബാക്കി ജീവികൾക്കൊക്കെ കറക്റ്റാണ്. ഒരു മാൻ അവന്റെ അവൻ ജീവൻ വെടിഞ്ഞ് ഓടും, കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കും. കാരണം അഡ്രിനാലിൻ കോർട്ടിസോൾ ഒക്കെ ഉൽപ്പാദിക്കുമ്പോൾ അവൻ സർവ്വതും മറന്ന് അവൻ ഓടും. മനസ്സിലായോ? പക്ഷെ അവ ഓടിക്കഴിഞ്ഞ് ആ പുലി മാറിക്കഴിയുമ്പോൾ പിന്നെ അവൻ കൂളാണ്. ബാക്കിയുള്ള മൃഗങ്ങളുടെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ എന്താണ് ചെയ്യുന്നതെന്നറിയോ? മനുഷ്യൻ ഇവന് ചിന്തിക്കാൻ കഴിവുണ്ട്. ചിന്തിക്കാൻ കഴിവ്, എന്ത് സാധനത്തിനും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ. എവരി ആക്ഷൻ ദേഴ്സ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ മനുഷ്യന് ചിന്തിക്കാൻ കഴിവുള്ളതുകൊണ്ട് തന്നെ അവന് വിവേക ബുദ്ധിയുണ്ട്, അങ്ങനെ എല്ലാം, അവന് ഫാമിലി ലൈഫ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവൻ അനാവശ്യമായ കുറേ കാര്യങ്ങളിൽ സ്ട്രെസ്ഡ് ആകുമ്പോൾ ബാക്കി എല്ലാ ജീവികളിലും നമുക്ക് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്ന എമർജൻസിയെ രക്ഷപ്പെടാനാണ്. എപ്പോഴും നമ്മൾ എമർജൻസി സ്റ്റേറ്റിലാണ്. ബിസിനസ്സിൽ കുറഞ്ഞ, വർക്കിൽ കുറഞ്ഞ, വർക്ക് പ്രഷർ, അത് ഇത്, മ- പൈസ കുറവ്, കുടുംബത്തെ നോക്കാൻ പറ്റില്ല. ആണുങ്ങൾക്ക് ആണെങ്കിൽ ഫാമിലി ലൈഫൊക്കെ ലീഡ് ചെയ്യുന്നവർക്ക് കുടുംബഭാരം, മക്കളുടെ പറ്റി. മൃഗങ്ങളും ഒക്കെ അങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടോ? ഇല്ല, ഒരു കൂളായിട്ട് പോവുകയാണ്. അല്ലെ? അവർ മൃഗങ്ങളെ, മക്കളെയൊക്കെ ഓരോരോ വിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വേട്ടയാടാനും ഒക്കെ പുലിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ അവർ കൂളായിട്ട് അങ്ങ് പോവുകയാണ്. നമ്മൾ എപ്പോഴും എമർജൻസി സ്റ്റേറ്റിലാണ്. എമർജൻസി സ്റ്റേറ്റ് ആയ ആ ഒരു പുസ്തകം തന്നെ ഉണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഒരു ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീയുടെ നടന്ന കാര്യമാണ്. ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്യണ് കടം വന്നിട്ട്. മക്കളെ ഏൽപ്പിക്കുന്നു, അവർക്ക് അങ്ങനെ ഒരു അസുഖം വരുന്നു, അതിൻ്റെ മണ്ടേ കൂടെ വീണ്ടും അസുഖങ്ങൾ വരുന്നു, തളർന്നു പോകുന്നു, പാരാലിസിസ് ആകുന്നു. പക്ഷെ അവര് ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്, നടന്ന കാര്യമാണ്, കള്ളത്തരൊന്നും പറയുന്നത് നടന്ന കാര്യമാണ് കേട്ടോ. അന്ന എന്നാണ് അവരുടെ പേര്. ഇതെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകളൊക്കെ ഫോളോ ചെയ്തിട്ട് ഇവരെ ലൈഫിനെ തിരിച്ചു പിടിച്ചു. അപ്പോൾ നിങ്ങളിൽ പല ആളുകളും സാമ്പത്തികമായ പ്രശ്നം ഉണ്ടാവാം, അല്ലെ? ഒട്ടുമിക്ക ആളുകൾ ഹെൽത്ത്, ഒരു പ്രായം കൂടുന്നതനുസരിച്ച് ഹെൽത്ത് ഇഷ്യൂ നോർമലായിട്ട് വരുന്നതാണ് ഭൂരിഭാഗം ആളുകൾക്ക് ഭൂരിഭാഗം ആളുകൾക്ക്, മെജോറിറ്റി പീപ്പിളിന് വരും. ഇന്നിപ്പോൾ സ്ട്രെസ് കാരണം ഒരുപാട് അസുഖങ്ങൾ, അത് വേറൊരു കാര്യം. എങ്കിലും ഫിനാൻഷ്യലി ആണ് കൂടുതൽ ആളുകളും സ്ട്രഗിൾ ചെയ്യുക. രണ്ട്, ഹെൽത്ത് വൈസ്. കാരണം ഈ ഹെൽത്തും ആദ്യം നമ്മൾ ഹെൽത്ത് ആണ് പ്രശ്നം, അതാണ് നമ്മൾ ആദ്യം പരിഹരിക്കേണ്ടത്. രണ്ട്, ഫിനാൻസ്. പിന്നെയാണ് ഈ റിലേഷൻഷിപ്പുകൾ. ഫാമിലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി പുറത്ത് ഒരു വലിയ പ്രായമൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പിന്നെ ആ സമയത്തൊന്നും, ഒരു 25-30 ഏജ് ഗ്യാപ്പിലാണെങ്കിൽ റിലേഷൻഷിപ്പുകൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫാമിലി ലൈഫിലാണെങ്കിൽ നമുക്ക് അടുത്ത ആളുകളുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്പുകളിൽ ടെൻഷൻ അടിച്ചാൽ മതി എന്നുള്ളത്. അപ്പം ഈ രണ്ട് കാര്യങ്ങളിലും ഒക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുക. നമുക്ക് സ്ട്രഗിൾ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കുക വേണ്ട. ഞാൻ എപ്പോഴും പറയുന്നത്, മണിയൊക്കെ ആണെങ്കിൽ മണി ഈസ് ആൻ എനർജി. മണിക്ക് ഫ്രീ വിൽ ഇല്ല, വളരെ എളുപ്പമാണ്. ഫ്രീ വിൽ ഇല്ലാത്ത പരിപാടിയാണ്, വളരെ എളുപ്പമാണ് നമുക്ക് കാരണം ഈ ആളുകളെയൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക എന്ന് വെച്ചാൽ വളരെ പാടാണ്. കാരണം അവർക്കും നമ്മളെ പോലെ ചെയ്ത്, ദേ ആർ ആൾസോ ഇൻഡിപെൻഡന്റ് തിങ്കിങ് സോൾ, അല്ലെ? നമ്മളെ പോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ജനറേറ്റേഴ്സ് ആണ് അവർ, അല്ലെ? നമ്മളിപ്പോ ഈ ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്ന കണക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ജനറേഷൻ ചെയ്യുന്ന ആളുകളാണ്. ചിന്തകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ പറ്റി നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾ വാക്കുകൊണ്ട് പോലും അയാളോട് സംസാരിക്കണ്ട. വാക്കുകൊണ്ട് പോലും നിങ്ങൾ ഓരോ മനുഷ്യന്മാരും അയാളടുത്ത് സംസാരിക്കേണ്ട. അയാൾക്ക് ആ മൊമെന്ററി കിട്ടും, നിങ്ങളുടെ ചിന്ത അയാൾക്ക് കിട്ടും. അപ്പൊ ആ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തലവേദനയുടെ ഒക്കെ ബഹളമായിരിക്കും. നമുക്ക് നെഞ്ചിന്റെ അകത്തൊരു കനമൊക്കെ, അതൊക്കെ അതുകൊണ്ടാണ്. കാരണം വാക്കുകൊണ്ട് ആരെടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്ത് പോകുന്നത് വളരെ സ്ട്രഗിളിങ് ആണ്. അപ്പൊ അത് നിങ്ങൾ മാറ്റണം. റിലേഷൻഷിപ്പ് മാറ്റാൻ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട്, നിങ്ങൾക്ക് അറിയാം, ചിന്തകൾ കൊണ്ട് അയാൾ നിങ്ങളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം ഉൾപ്പെടെ, അയാളുടെ സ്വഭാവ രൂപേണ ഉൾപ്പെടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അയാളുടെ ഹെൽത്ത് ഇഷ്യൂനൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഫിനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് കടക്കാം. ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ മണി ഈസ് ആൻ എനർജി. മണി ഈസ് ജസ്റ്റ് ആൻ എനർജി. ഓക്കെ? അതുകൊണ്ട് തന്നെ മണിക്ക് ഫ്രീ വില്ലില്ല, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ, ആക്ട് ആസ് ഇഫ് ഐ ഹാവ്, എനിക്കത് ഉണ്ട്, ഞാൻ പണക്കാരനാണ്, അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അതാണ് ആ പ്രോസസ്സ്. നമ്മൾ ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് തോട്ട് പ്രോസസ്സ് പ്രസന്റ് ടെൻസ് നേടിയെടുത്തായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഈ പ്രോസസ്സ്. നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് കിടക്കാം. പെയ്ഡ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഡീപ്പസ്റ്റ് ലെവൽ, ഇതിനൊരു സിസ്റ്റമാറ്റിക് ചിന്തകൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ ചിന്തിക്കണം, അതിൻ്റെ ഉള്ള കൃത്യമായിട്ടുള്ള
നമ്മുടെ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ട്. ആ പേര് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ 100% നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ അടച്ച ഫീസ് നമ്മൾ തിരിച്ചു വാങ്ങി നിങ്ങൾ തിരിച്ചു വരും. കാരണം 100% കമ്മിറ്റഡ് ആയിട്ട് ആളുകൾ എല്ലാം വിജയിച്ചിരിക്കും. കാരണം വി ആർ ജസ്റ്റ് വാട്ട് വി തിങ്ക് വി ബിക്കം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചിരുന്ന പ്രോസസ്സുകളിലൂടെ നിങ്ങളെ കടത്തിവിടും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ. പിന്നെ അലൈൻമെന്റ് ഒരു 3 4 5 കാര്യങ്ങളുണ്ട് ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട. അതിന്റെ കൂട്ടത്തിൽ ഒരു 3 4 5 കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഇതെല്ലാം ഡെയിലി ആണല്ലേ. 1% ചേഞ്ച് എവറി ഡേ ആണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. ഇന്ന് ചിന്തകൾ കൺട്രോൾ ചെയ്യും, നാളെ നിങ്ങൾ കോടീശ്വരനാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് പയ്യെ 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 നിങ്ങൾക്ക് അത് ചേഞ്ച് വരുത്താൻ പറ്റും. അതിന്റെ നിങ്ങൾ മാറ്റം നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നുള്ളതാണ്. മൂന്നാമത്തെ ഹീലിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കരിയിലകൾ കൊണ്ടാണ് പല ആളുകളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിറഞ്ഞിരിക്കുന്നത്. കരിയിലകൾ എന്ന് പറയുമ്പോൾ കുറേ നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സുകൾ, ഇത് എന്ത് കാര്യവും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് ലിമിറ്റിംഗ് ബിലീഫുകൾ നമ്മൾ അതിനെ പറഞ്ഞു. ലിമിറ്റിംഗ് ബിലീഫ് ക്ലിയർ ചെയ്യുന്നുണ്ട്. പരിമിതമായ വിശ്വാസം, അതാണ് ലിമിറ്റിംഗ് ബിലീഫ്. അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പം ഇത്തരത്തിലുള്ള ലിമിറ്റിംഗ് ബിലീഫുകളെ പൂർണ്ണമായും എടുത്തു കളയുമ്പോൾ ആൾറെഡി നിങ്ങൾ മൈലിനേഷൻ, നിങ്ങളുടെ ന്യൂറൽ പാത്വേയിലേക്ക് നിങ്ങൾ ചിന്തകൾ കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ പുറപ്പെടുവിപ്പിച്ച് ഒരു പ്രോഗ്രാം, അതിന്റെ മൈലിനേഷൻ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിൽ മൈലിനേഷൻ ചെയ്ത ആ പോസിറ്റീവിന്റെ മണ്ടയിൽ കുറെ കരികൾ ഇങ്ങനെ മൂടി മൂടി കിടക്കുകയാണ് ഓരോ ബണ്ടിൽ ഓഫ് പ്രോഗ്രാംസിന്റെ ഇതില്. ഓക്കെ. ആ ബണ്ടിലിനെ പൂർണ്ണമായും നിങ്ങൾ എടുത്ത് കളയുന്നതിലൂടെ നിങ്ങൾക്ക് ഡബിൾ അല്ല 10x സ്പീഡ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഹീലിങ്സിന്റെ പ്രത്യേകത, നമ്മുടെ ഹീലിങ്സ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെഡിറ്റേഷനും ഒക്കെ ഉണ്ട്. ഈ മെഡിറ്റേഷനും ഹീലിങ്സും നമ്മൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്പീഡാക്കാൻ പറ്റും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാത്രയെ. ഓക്കെ. അപ്പൊ അതാണ് വളരെ ഇമ്പോർട്ടന്റ്. കാരണം നോർമലി നിങ്ങൾ ചിന്തകളെ കൺട്രോൾ ചെയ്ത് പോയാലും അവിടെ ടൈം എടുക്കും. പക്ഷെ ഈ ഹീലിങ്സിലൂടെ, ഡെയിലി ഹീലിങ്സിലൂടെ, എന്ത് കാര്യം ഡെയിലി ആണ് അല്ലെ. ഡെയിലി വീണ്ടും വീണ്ടും നിങ്ങളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലി നിങ്ങൾ വീണ്ടും 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 അത് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് നിങ്ങൾ അതിൽ എക്സൽ ആയത് അല്ലേ. അതേ കണക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാത്രയിൽ നമ്മൾ വീണ്ടും 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 ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അതിൽ എക്സൽ ആവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കൃത്യമായ പ്രോസസ്സ് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഞാൻ വീണ്ടും പറയുന്നു, ഒരു ദുബായിൽ ഒരു ജോലി അയാൾക്ക് നഷ്ടപ്പെട്ടു, കിട്ടേണ്ട പൈസ തിരിച്ചു കിട്ടും. ഇത് നമ്മുടെ ക്ലാസ്സിൽ വന്ന ആളാണ്. അതിനുശേഷം കിട്ടേണ്ട പൈസ തിരിച്ചു കിട്ടി, അയാൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് 2 നാട്ടിൽ പോയിട്ട് ഇപ്പോൾ തിരിച്ചു പോവുകയാണ് പുള്ളി. 2 ഓപ്പർച്യൂണിറ്റീസ് വന്നു, ഏത് വേണം ചൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് 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 മാറ്റങ്ങൾ. ഒരു ഇൻഡിപെൻഡന്റ് ലേഡി ഉണ്ട്, അദ്ദേഹവും എന്താണ് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകത്തിന്റെ സാധ്യതയൊക്കെ വന്നു. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ വേണം, അതിലേക്കൊക്കെ ഞാൻ ഡീപ്പായിട്ട് പിന്നീട് സംസാരിക്കാം. അപ്പൊ ഇതാണ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ. അപ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സ്പീഡായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ആളുകൾ കമന്റ് സെക്ഷനിൽ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ കമന്റ് സെക്ഷൻ നിങ്ങൾ ജോയിൻ ചെയ്താൽ, ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ഉണ്ട്. നിങ്ങൾക്ക് നേരെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് വരാം. പെയ്ഡ് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് അവിടെ ആയിരിക്കും ഇടുന്നുണ്ടാവും. അതുകൂടാതെ ഇതേപോലുള്ള ലൈവ് ക്ലാസ്സസും മറ്റു പല ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫ് ചേഞ്ച് ആവട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് പോസിബിൾ ആവട്ടെ. പുതിയൊരു ക്ലാസ്സിൽ കാണാം. ഈ ഫ്രീ ഇന്നിപ്പോൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ കഴിയുന്നതും എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ഫ്രീ ക്ലാസ്സസിൽ പുതിയ പുതിയ ടോപ്പിക്കുകളായിരിക്കും നമ്മൾ സംസാരിക്കുക. അതിലേക്കൊക്കെ ജോയിൻ ചെയ്യുക. കാരണം ഡെയിലി ഇത് തന്നെ ഒരു ഡെയിലി പ്രാക്ടീസ് ആണ്. നിങ്ങൾ ഡെയിലി സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് ലൈഫിനെ കൊണ്ടുപോകാം. വാട്ട് യു തിങ്ക് യു ബിക്കം. താങ്ക് യു.